തിരുമിറ്റക്കോട് ക്ഷേത്രം. തിരുമിറ്റക്കോട് ക്ഷേത്രഭൂമിയിലേക്ക് എത്തുവാൻ ഭാരതപ്പുഴയുടെ തീരത്തെത്തുമ്പോൾ ഇതേ ഭാരതപ്പുഴ തന്നെയാണ് പറയിപ്പറ്റ പന്തിരകുലത്തിൻ്റെ സഞ്ചാരങ്ങൾക്ക് സാക്ഷിയായതെന്ന് മനസ്സിലാക്കാം. പാലക്കാട് ജില്ലയിലാണ് തിരുമിറ്റക്കോട് ക്ഷേത്രഭൂമി ഉള്ളത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ നിന്ന് കഷ്ടിച്ച് ഒരു 7 മുതൽ 9 കിലോമീറ്ററിനകത്തുള്ള ദൂരമേ ഉള്ളൂ ഇവിടേക്ക് എത്തുവാനായിട്ട്. തിരുമിറ്റക്കോട് എന്ന ക്ഷേത്രഭൂമി വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രം കൂടിയാണ്. ഒരുപോലെ മഹാവിഷ്ണുവും മഹാദേവനും, എന്നാൽ മഹാവിഷ്ണു 5 ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ക്ഷേത്രം എന്നുള്ള വ്യത്യസ്തമായ സങ്കല്പം അതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 വിഗ്രഹ സ്വരൂപങ്ങളും 5 ചൈതന്യങ്ങളുമായി നിലകൊള്ളുന്ന ആ മഹാവിഷ്ണുവിനെ അറിയുവാനാണ് തിരുമിറ്റക്കോട് നമ്മൾ എത്തുന്നത്. ഇവിടെ 4 മഹാവിഷ്ണു പ്രതിഷ്ഠയുണ്ട്, ഒപ്പം മഹാദേവ സാന്നിധ്യവും. മഹാദേവ സാന്നിധ്യമാണ് ആദ്യമുണ്ടായത് എന്നത് ഒരു ചരിത്രം. അതല്ല, മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ പിന്നീട് മഹാദേവ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളത് മറ്റൊരു ഐതിഹ്യം. ഐതിഹ്യങ്ങൾ വിശദമായി അറിയുവാൻ, തിരുമിറ്റക്കോടിൻ്റെ മഹാത്മ്യം അറിയുവാൻ ഈ തിരുനടയിലൂടെ തന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. തിരുമിറ്റക്കോടിൻ്റെ മറ്റൊരു അത്ഭുതമാണ് ഇവിടുത്തെ വ്യാസപ്രതിഷ്ഠ. വേദവ്യാസന് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ അത്യപൂർവം തന്നെയാണ്. വേദവ്യാസനെ ഉപാസിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതും ഇളമതിലോട് കൂടിയിട്ടുള്ള ഒരു ശ്രീകോവിലിൽ നനശാസ്താവായ ശാസ്താവിനോടൊപ്പം, നനശാസ്താവ് എന്നാൽ മഴ നനയുന്ന ശാസ്താവ് അഥവാ വനശാസ്താവ് എന്നർത്ഥം. വനശാസ്താവിനൊപ്പം വ്യാസൻ. വ്യാസപ്രതിഷ്ഠ ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, മഹാഭാരതം ഈ ലോകത്തിന് നൽകിയത്, അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ ദർശനങ്ങൾ ഈ ലോകത്തിന് നൽകിയത് ആ മഹാഗുരുവാണ്. ആ ഗുരുവിൽ നിന്ന് മഹാഭാരതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും, ഓരോ സങ്കേതങ്ങളും, അതുപോലെ തന്നെ ഓരോ സന്ദേശങ്ങളും നമ്മളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും പാണ്ഡവരുടെ സഞ്ചാര വഴികളിലും പാണ്ഡവരുടെ ഉപാസന വഴികളിലുമെല്ലാം വേദവ്യാസൻ്റെ ഒരു മനസ്സുകൂടി ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാകണം തിരുമിറ്റക്കോടിൽ വേദവ്യാസന് പ്രതിഷ്ഠ വരുന്നത്. ഇതല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിൽ നമുക്ക് വേദവ്യാസൻ്റെ പ്രതിഷ്ഠ കാണുവാനാകുന്നത് സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വ്യാസൻ നിലകൊള്ളുന്നത് അശ്വത്ഥാമാവിന് ഒപ്പമാണ് എന്നുള്ളത് മറ്റൊരു സവിശേഷത. അശ്വത്ഥാമാവിൻ്റെ പ്രതിഷ്ഠയും അപൂർവമാണ്. പിന്നീട് നമുക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വ്യാസനെ അനുസ്മരിച്ചുകൊണ്ട് വ്യാസശില കാണുവാനാകും. അപ്പോൾ പ്രധാനമായ ശിവക്ഷേത്രങ്ങളിലായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ദിവ്യഭൂമികളിലായിക്കൊള്ളട്ടെ, മലനാട്ട് തിരുപ്പതികളിലായിക്കൊള്ളട്ടെ, എല്ലായിടത്തും ഗുരുസ്ഥാനത്ത് വ്യാസനെ നിർത്തുന്നു എന്ന് കാണാം. ആ വ്യാസ ചൈതന്യമാണ് നമുക്ക് തിരുമിറ്റക്കോടിലും കാണുവാനാകുന്നത്. തിരുമിറ്റക്കോടിലെ ഈ ഇളമതിലോട് കൂടിയിട്ടുള്ള ശ്രീകോവിലിൽ ഒരു ശില നമുക്ക് കാലപ്പഴക്കം കൊണ്ട്, അതായത് മഴയും വെയിലും ഏറ്റുവാങ്ങുന്ന ശിലയായതുകൊണ്ട് കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ രൂപമൊക്കെ ഒന്ന് അഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് കാണാം. എങ്കിലും വ്യാസനെ സങ്കല്പിച്ചുകൊണ്ട്, സാക്ഷാൽ വേദവ്യാസനെ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആ പുരാണ കഥാമൃതങ്ങളെല്ലാം നമ്മളെ തിരഞ്ഞു വരികയാണ്. മഹാഭാരത യുദ്ധം സംഭവിച്ചത് എന്തിന് എന്ന്, ഗീതോപദേശത്തിന് വേണ്ടിയിട്ടുള്ള ഉണർവുകൾ അർജുനന് തയ്യാറാക്കി കൊടുത്തത് എന്തിന് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആ വിശ്വരൂപം കൊണ്ട് പാർത്ഥസാരഥി നമ്മുടെ തേര് തെളിയിക്കുമ്പോൾ വേദവ്യാസൻ നമുക്ക് വേണ്ടത് ചൊല്ലിത്തരുന്ന ഗുരുഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ തിരുമിറ്റക്കോടിൽ ആ ഗുരുവിനെ നമ്മൾ വന്ദിക്കുന്നു. Moksha, Journey to the Self.